ഹായ്, എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. ഏവർക്കും സ്റ്റാൻഡിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് പറയുന്നത് മടി അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന ചിന്താഗതിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയ ടെക്നിക്കുമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം മടി, അപ്പൊ ഈ മടിയല്ല അലസത ഇങ്ങനെ പരിഹാരം പറയുന്നത് ഇത് എന്തുകൊണ്ടുണ്ടാവുമെന്ന്. എനിക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, എനിക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെയാണ്. ഇതിനൊക്കെ പ്രധാന കാരണം എന്താണ്? ഇപ്പൊ ഈ പറയുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പരിഹാരം ചിലപ്പോൾ നിങ്ങൾ കണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ രാവിലെ ഏറ്റവും നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? കാര്യം കമന്റ് ചെയ്യും. രാവിലെ ഏൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? അധികം പേരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, ഫോണിന്റെ അകത്ത് ഓരോന്ന് എടുത്ത് നോക്കുക, സോഷ്യൽ മീഡിയാസ് ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ വല്ല എന്താണ് ചില മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടോ, ആരുടെയെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലവർ എന്ത് രാവിലെ കഴിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യും, ഒന്ന് സ്കോർ ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് ഒന്നൊരു സമാധാനമുള്ളൂ. രാവിലെ ഏറ്റവും വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്തില്ല ഒന്നും കുഴപ്പമില്ല. രാവിലെ ഏറ്റവും മൊബൈൽ നോക്കിയില്ലെങ്കിൽ എന്തില്ല ഒരു സമാധാനമില്ല. അത് പിന്നവരുടെ അടുത്തും ചിലരുടെ അടുത്തും ഒരുവരാണ്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ കാര്യമാണ് അല്ലെ, വിദ്യാർത്ഥികളുടെ കാര്യമാണ്, നിങ്ങൾക്കുമായിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ രാവിലെ കേൾക്കുമ്പോൾ ഈ മൊബൈൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താണ്? ടെൻഷൻ, സ്ട്രെസ്, ഇതെല്ലാം കേട്ട് നിങ്ങൾ വെക്കുവാണ്. ഓക്കെ, ലോകത്ത് നടന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാലും ഇതെല്ലാം എടുത്ത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എല്ലാം കൂടി ബ്രെയിനിൽ നിറയ്ക്കുവാണ്. അപ്പൊ എന്ത് സംഭവിക്കണം? നിങ്ങളുടെ ബ്രെയിനിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. ഇനി മടി വരാം, അല്ല അലസത, അല്ല ഒന്നും ചെയ്യാൻ തോന്നാത്തതിന്റെ വേറൊരു കാരണം പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ബോധ്യമില്ല എന്നാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന വ്യക്തമായ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് പകുതി പേര് നിങ്ങൾ പഠിക്കാത്തത്. ആണോ? താരം കമന്റ് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു മിസ്റ്റേക്ക്, അലാറം വെക്കുന്നത് മിക്ക പേരും ഫോണിലായിരിക്കും. ആണല്ലോ, അത് മാറ്റിവെച്ച എന്താണ് ചെറിയ ക്ലോക്ക് അല്ലെങ്കിൽ ചെറിയൊരു അലാറം, ക്ലോക്ക് അല്ല, ചെറിയൊരു അലാറം ടൈം പീസ് എന്ത് ചെയ്യാം മേടിക്കുക. എന്നിട്ട് അതിൽ അലാറം വെച്ച് ശീലിക്കുക. സ്മാർട്ട് ഫോൺ എന്ത് ചെയ്യുക, നമ്മുടെ റൂമിൽ നിന്ന് തന്നെ പുറത്ത് വെച്ച് റൂമിൽ നിന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അൽമാറി വെച്ച് പൂട്ടിയേക്കുക. എന്നിട്ട് രാവിലെ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഫോണിലേക്ക് കൊടുത്തിട്ടാണ്. നിങ്ങൾ എന്തായാലും ഉറങ്ങിക്കിടന്ന് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യണില്ലല്ലോ. സോ ആ രണ്ട് മണിക്കൂർ കൂടി നിങ്ങൾ ഉറങ്ങി വിചാരിച്ചാൽ ഫോൺ യൂസ് ചെയ്യണ്ട. അപ്പൊ രാവിലെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫ്രഷ്നെസ് കിട്ടും. അപ്പൊ ഞാൻ രാവിലെ ആയിട്ട് എന്താണ് ഇത്ര നാൾ ബ്രെയിൻ അറിയാം, രാവിലെ കേൾക്കുമ്പോൾ ഞാൻ ഫോൺ നോക്കണം, അല്ലെങ്കിൽ ഫോണിലാണ് പണിയുന്നത്, ആ ഒരു ചിന്തയുണ്ട്. പക്ഷെ രാവിലെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഈ ഒരു മടി, അലസത ഇതൊക്കെ മാറ്റി നിങ്ങൾക്ക് ബ്രെയിൻ കുറച്ചുകൂടി പവർ ആക്കാൻ, പഠിക്കുന്ന കാര്യം ഓർമ്മയിലെത്താൻ ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്താണ് സൈലന്റ് ആവുക. സൈലന്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മെഡിറ്റേഷൻ, ഇനി അതല്ലെങ്കിൽ പ്രാർത്ഥന. ഇന്ന് പലരും എന്ത് ചെയ്യില്ല, പ്രാർത്ഥിക്കുന്നില്ല അല്ലെ. പ്രാർത്ഥിക്കണം ഞാൻ നിർബന്ധം പറയുന്നില്ല, ബട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ ഇനിയും ചെയ്യുക. ഓക്കെ, രണ്ടും ഒന്ന് ചെയ്തോ നല്ലതാണ്, അത് ഉത്തമമാണ്. ഇപ്പൊ മെഡിറ്റേഷൻ ഞാൻ എത്ര ചെയ്യണം? അടുത്ത ചോദ്യം അതാണ്. മിനിമം ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ട്രൈ ചെയ്യും. ഓക്കെ, ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് സുഖം കിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ വരും. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ പവർ അല്ലെ ബ്രെയിനിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. മനസ്സിലായോ? നമുക്ക് ബ്രെയിനിന്റെ പവർ എന്ത് ചെയ്യാം, അതിന്റെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലോകത്തിലെ ടോപ്പ് സിഇഒസ് വരെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ്, ബ്രെയിൻ പെർഫോമൻസ് ബെസ്റ്റായി പെർഫോം ചെയ്യാൻ, അതിന്റെ പീക്ക് ലെവലിൽ എത്താൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് പഠനത്തിൽ എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. സോ മെഡിറ്റേഷൻ ഹെൽപ്പ് യു എന്താണ് ഇൻക്രീസ് യുവർ ബ്രെയിൻ. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ രാത്രി കിടക്കുന്ന മുമ്പായിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്യാം. പലപ്പോഴും കണ്ട് ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്ന് ഐഡിയ ഇല്ലാത്തവരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ ഒരു
ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. എക്സാമ്പിളിനാണ് കേട്ടോ പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അപ്പൊ എന്ത് ചെയ്യാം, ഇതൊരു ചെറിയ നോട്ട്ബുക്കാണ് വിചാരിക്കും കേട്ടോ. ഒരു ചെറിയ പാക്കറ്റ് ബുക്കോ എന്തെങ്കിലും ബുക്കോ, ഇന്ന ബുക്ക് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ. ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ABC മെത്തേഡിൽ ചെയ്യാം. ABC മെത്തേഡ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ഓർഡർ എന്ത് ചെയ്യാം, ഞാൻ വ്യക്തമായിട്ട് എഴുതുക. നിങ്ങൾക്ക് എത്രയാണോ ചെയ്യേണ്ടത് നാളത്തേക്കുള്ള പ്ലാൻ ഇന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് രാത്രി തന്നെ ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം ചെയ്തു. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൃത്യം ഈ വീഡിയോ എടുക്കുക. എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ, കൃത്യമായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഇത് ഓരോന്നും നമ്മൾ എഴുതി ഇന്നതാണ് 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 എന്നുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് എഴുതി. ഇത് എഴുതിയിട്ട് നമ്മൾ അന്ന് രാത്രി കിടക്കൂലോ, അന്ന് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെ ചെയ്ത് തീർക്കും. അല്ലെങ്കിൽ നമുക്ക് ഓരോ വർക്ക് തീരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ആദ്യമേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതിൽ ഏറ്റവും പ്രയോറിറ്റി, ഏറ്റവും ടെൻഷൻ കൂടി കാര്യം ചെയ്യേണ്ടതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേ ദിവസം സമാധാനമാണ്. അത് തീരുമ്പോൾ തന്നെ ഒരു സമാധാനത്തില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ആദ്യമേ ഏറ്റവും പ്രയോറിറ്റൈസ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തീർക്കാൻ പറ്റും പിറ്റേ ദിവസം. അപ്പൊ ഇനി ഈ രണ്ട് കാര്യം തീർക്കാൻ പറ്റിയില്ല, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നാളെ അടുത്ത ദിവസത്തേക്ക് മാറ്റുക. മാറ്റുമ്പം അന്നേ ദിവസം പ്രാധാന്യമുള്ള അനുസരിച്ച് എഴുതി പോയാൽ മതി. ഓക്കെ, അന്നേ ദിവസം പ്രാധാന്യമുള്ള. എന്നിട്ട് ഒരു 2-3 തവണയായിട്ട് നമ്മൾ ഈ ഒരു തട്ടുകയറ്റം തന്നെയാണ് നമ്മൾ മാറ്റി കൊണ്ടുവരുന്നത് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ, നമുക്ക് ഒട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ല നമുക്ക് ചെയ്യാൻ നിർബന്ധമില്ല, വേറൊരാൾ അസൈൻ ചെയ്താലും മതി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, നമ്മൾ ചെയ്യണമെന്നില്ല, വേറൊരാൾ ചെയ്താലും മതി. ഓക്കെ, അവരെ കൊണ്ട് ചെയ്യിക്കോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്തിനാ സമയത്തെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. സ്റ്റുഡൻസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം മാനേജ്മെന്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗൈഡൻസോടെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ വ്യക്തമായി പ്ലാൻ കിട്ടും, എങ്ങനെ സമയത്ത് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കുന്നുള്ള. ഇത് കൂടുതൽ ഉപകാരപ്പെടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ പ്രൊഫഷണൽ സ്റ്റുഡൻസിനാണ് കേട്ടോ. പ്രൊഫഷണൽ സ്റ്റുഡൻസ് CA CMA അതുപോലെ തന്നെ എന്താണ് നീറ്റ്, അങ്ങനെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാംസ് എഴുതുന്നത്, അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ്. ചെറിയ ക്ലാസ് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോഴേ തുടങ്ങും. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് സ്റ്റഡീസിലായാലും, നിങ്ങളുടെ പ്രൊഫഷനിലായാലും, നിങ്ങളുടെ ബിസിനസ്സിലായാലും, നിങ്ങളുടെ ഫാമിലി എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ടെക്നിക്കാണ്. സോ ഈ രണ്ട് ടെക്നിക്ക് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, സൈലന്റ് ആവുക അല്ലെ, സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമതായിട്ട് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അവോയ്ഡ് എന്താണ് സ്മാർട്ട് ഫോൺ. അവോയ്ഡ് സ്മാർട്ട് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്. കാരണം എന്താണ്, നമുക്ക് ക്ലാസ്സസ് ഒക്കെ കാണണം, കുറച്ച് ഇൻഫോർമേഷൻ നമുക്ക് സേവ് ചെയ്യണം, അതൊക്കെ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം, രാവിലെ എത്തുമ്പോഴോ 1 to 2 hours നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി വെക്കുക, നമ്മുടെ അടുത്ത് മാറ്റി വെക്കുക. സോ അതുകൊണ്ട് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാം, എന്താ ഒരു അലാറം സെറ്റ് ചെയ്യുക. ഉള്ള അലാറം വാങ്ങുക, ഒരു ടൈം പീസ് വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, അലാറം വെക്കുക, അത് യൂസ് ചെയ്യാൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക. അതായത് സ്മാർട്ട് ഫോൺ ഒന്നെങ്കിൽ നമ്മുടെ റൂമിന് പുറത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ ആണെങ്കിൽ അൽമാരിയിൽ അല്ലെങ്കിൽ സെൽഫിലായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ണെത്തില്ല അതെടുത്ത് വെക്കുക.
1-2 മണിക്കൂർ നമ്മൾ ഉറങ്ങുമ്പോൾ എന്തായാലും ഫോൺ യൂസ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഈ 1-2 മണിക്കൂർ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് മാറ്റി വെക്കാം. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, പക്കയായിട്ട് ഇതും ചെയ്യുക. ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് റിസൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പഠനത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ, നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വ്യക്തത കിട്ടിയോ എന്നുള്ള കാര്യം പറയാം. വ്യക്തത കിട്ടിയില്ലെങ്കിൽ ഒന്ന് മാത്രമാണ് നിങ്ങൾ പക്കയായിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടില്ല. ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4-5 കൃത്യം നിങ്ങൾ പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് അങ്ങ് ചെയ്തു പോയാണ് നിങ്ങൾക്ക് ആലോചിക്കേണ്ട വേണ്ടില്ല. സോ ആലോചന ടൈം കുറഞ്ഞു. ഓക്കെ, രാത്രി നമ്മൾ ആലോചിച്ച് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു. അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിപ്പം ഒരു 10 കാര്യമുണ്ട്. നമുക്കിപ്പോ എന്താണ് മാത്സ് പഠിക്കാണ്ട്, സയൻസ് പഠിക്കാനുണ്ട്, ഇനി ഇപ്പൊ കൊമേഴ്സ് പഠിക്കാണ്ട്, ഏതെങ്കിലും വിഷയം പഠിക്കാണ്ട് വിചാരിക്കും. ഇപ്പൊ സിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് അക്കൗണ്ട്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, ലോ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഏത് ആദ്യം ഞാൻ പഠിക്കും? ഞാൻ ഇന്ന് രാത്രി പ്ലാൻ ചെയ്ത് രാവിലെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, മാത്സ് പഠിക്കണം. അതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വിചാരിക്കാം. ഇനി അതല്ല ചിലവർക്ക് അക്കൗണ്ട്സ് എങ്കിൽ അക്കൗണ്ട്സ് ഇട്ടോ, പ്രയോറിറ്റി ഇട്ടോ അക്കൗണ്ട്സ് ഇട്ടോ. ഇനി അതിൽ ലോ ഉണ്ടെങ്കിൽ ലോ ഇട്ടോ. പക്ഷെ രാവിലെ കേൾക്കുമ്പോൾ തിയറി ചിലവർക്ക് ഉറക്കമൊക്കെ വരാൻ സാധ്യത, അതുകൊണ്ടാണ് തിയറി പേപ്പർ ഉണ്ടെങ്കിൽ പോട്ടെ. ഓക്കെ, എന്നുവെച്ചാൽ പ്രോബ്ലം പേപ്പേഴ്സ് ആദ്യം സെലക്ട് ചെയ്താൽ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത എനിക്ക് മനസ്സിലായി ഞാൻ അക്കൗണ്ട്സ് ആണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ മാത്സ് ആണ് പഠിക്കേണ്ടത്. ആ ഒരു ഓർഡർ ചെയ്യും. അപ്പൊ എന്താ തീർന്നു, ഓക്കെ സമാധാനം ടിക്ക് കിട്ടും. അടുത്ത തീർന്നു, സമാധാനം ടിക്ക് കിട്ടും. ഇനിയിപ്പോ എന്താ എനിക്ക് ഞാൻ വിചാരിച്ചു എക്കണോമിക്സ് പഠിക്കുന്നു വിചാരിച്ചു, ഞാൻ എന്ത് ചെയ്താൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് അത് ആ ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആ എക്കണോമിക്സ് കവറപ്പ് ചെയ്തു. ഇങ്ങനെ അഭിമുഖീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ അതിന് വേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ്. എന്ത് ചെയ്യാം, പ്ലീസ് ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റ് എനിക്ക് നൽകാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റൊക്കെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമുക്ക് ടീമിന് തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇത് കമന്റുകളും ഷെയറും ഇതൊക്കെ ചെയ്യാം. ഞാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇതൊരു സൂമിൽ തന്നെ എടുക്കാനുള്ള കാരണം വെച്ചാൽ നമ്മളൊരു ക്ലാസ് അല്ലെ, ആ ക്ലാസ് ഇതിൽ തന്നെ മുന്നോട്ടാന്ന് വിചാരിച്ചാണ് സൂം എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you.